ഹായ് ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണയാണ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ്. 1ാമത്തെ പാർട്ട് ഏതാണ്ട് ഒരു 11 ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു തോന്നുന്നു. 2ാമത്തെ അതുപോലെ 25 എണ്ണമായിരുന്നു. ബാക്കി നോട്ട് ഇതിനകത്തുണ്ട്. അതായത് എല്ലാ നോട്ടുകളും കൂടിയാണ് ഇതിനകത്തിൽ ഇട്ടേക്കുന്നത്. ഞാൻ ആ 25 എണ്ണവും എളുപ്പം അങ്ങ് വായിച്ചു പോകാം. അപ്പോൾ അത് എഴുതി കഴിഞ്ഞവർ ബാക്കിയുള്ളത് എഴുതിയെടുക്കുക. അതല്ല ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് 9ാം ക്ലാസ്സിലെ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഓരോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മതി മനസ്സിലാവുന്നുണ്ടോ എന്തായാലും നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. നമ്മുടെ ചാനൽ മാത്സും സോഷ്യലും സയൻസും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1ാമത്തെ ചാപ്റ്റർ എഴുതിയെടുക്കണം. അതുപോലെ ഒരു 5, 6, 7, 8ൻ്റെ ഈ പറയുന്ന സോഷ്യലും സയൻസും മാത്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയുക. അപ്പോൾ നമുക്ക് 1ാമത്തെ ചാപ്റ്ററിൽ തന്നെ തുടങ്ങാം. ഇത് ഫുൾ നോട്ടുണ്ട്. എഴുതിയെടുത്തവർ ബാക്കി എഴുതുക, ഇല്ലാത്തവർ 1 മുതൽ എഴുതിയെടുക്കുക കേട്ടോ. ഒരുവിധമുള്ള ഞാൻ തൂത്തുവാരി ഒന്നും എഴുതിയെടുത്തിട്ടില്ല കുഞ്ഞുങ്ങളെ. കാരണം എന്താണെന്നറിയോ, എഴുതി ഞാൻ ഇഷ്ടംപോലെ നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങൾ അതിരുന്ന് പഠിക്കണ്ടേ. എഴുതിയിടാൻ എല്ലാവർക്കും പറ്റും അല്ലേ. ഇഷ്ടംപോലെ നോട്ട് ഇതിനകത്ത് നിന്ന് 100 ക്വസ്റ്റ്യൻ വരെയും വേണമെങ്കിൽ എഴുതിയിടാം. പക്ഷെ അത് പഠിക്കേണ്ടത് നിങ്ങളല്ലേ, ഇല്ലയോ? അപ്പം ഞാൻ ഇതിനകത്തിൽ 40 ക്വസ്റ്റ്യൻ ആൻസറേ എഴുതിയിട്ടുള്ളൂ. ആ 40 എണ്ണം പഠിച്ചാൽ മതി നിങ്ങൾ. ഒരുവിധമൊക്കെ ഈ ചാപ്റ്ററിൻ്റെ ഒരു പകുതി മുക്കാലും ഒരു 80% മാർക്കും കിട്ടുമെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. 1ാമത്തെ ചാപ്റ്റർ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്. ഞാൻ സ്പീഡിൽ അങ്ങ് വായിച്ചു പോകാം. കാരണം 25 എണ്ണം നമ്മൾ ഓൾറെഡി 2 പാർട്ടായിട്ട് ഇട്ടതാണ്. പുതിയതായിട്ട് ഇനി എഴുതിയത് വായിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ വേണം ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു തരാമെന്ന് പറയുന്നത്. കേട്ടിരിക്കണം കേട്ടോ. What does he say about the kind of tools that were used by humans to protect themselves from wild animals? അതായത് കാട്ടുജന്തുക്കളിൽ നിന്നും രക്ഷ നേടാൻ മനുഷ്യർ ഏത് തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു? 1 സ്റ്റോൺ ആക്സ്, കല്ലുകൊണ്ടുള്ള മഴു. സ്പിയേഴ്സ്, കുന്തം. ഫൈൻ സ്റ്റോൺ നീഡിൽസ്, സൂചി. കല്ലുകൊണ്ടുള്ള പണ്ട് കാലത്തെ കാര്യങ്ങളാട്ടോ, കൽസൂചി. ഓക്കെ ആണല്ലോ. 2 വാട്ട് കുഡ് ബി ദ പർപ്പസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ്? അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായാണ് ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണ്? ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രം ആനിമൽസ് അല്ലേ, മൃഗങ്ങളിൽ നിന്നും അവർ നമുക്ക് തന്നെ രക്ഷ നേടണമല്ലോ. ഫോർ ഹണ്ടിങ്, വേട്ടയാടാൻ. ഫോർ മേക്കിംഗ് ഫയർ, തീ ഉണ്ടാക്കാനും ഒക്കെ ആണ് ഉപയോഗിച്ചിരുന്നത്. The archaeologists divide human history in the different stage on the basis of the materials used for making tools. മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു. അതിൽ ഒന്നാണ് സ്റ്റോൺ ഏജ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മുതലാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ തുടങ്ങുന്നത്. നമ്മുടെ മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് തിരിച്ചു. അതിൽ സ്റ്റോൺ ഏജ് ആണ് 1ാമത്തെ. ഈ സ്റ്റോൺ ഏജിലാണ് പാലിയോലിത്തിക് ഏജും മെസോലിത്തിക് ഏജും നിയോലിത്തിക് ഏജും വരുന്നത്. പ്രാചീന ശിലായുഗവും മധ്യശിലായുഗവും നവീന ശിലായുഗവും ഇതിനകത്തിലാണ് വരുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി 2ാമത്തെ ശിലായുഗമാണ് മെറ്റൽ ഏജ്, അതായത് ലോഹയുഗം. സ്റ്റോൺ ഏജിൻ്റെ ഒരു കാലമുണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഈ പറയുന്ന ഇന്നത്തെ കൂട്ടുള്ള ആയുധങ്ങളൊന്നും പണ്ട് കാലത്ത് ഇല്ലായിരുന്നു. അന്ന് അവരെന്താണ് ആ കല്ലൊക്കെ കൂർപ്പിച്ച്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കൂർപ്പിച്ച കല്ലുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ജീവികളെ ആക്രമിക്കാൻ വന്നാൽ എറിയാനൊക്കെയുള്ള പല ആയുധങ്ങളുമായിരുന്നു അന്ന് കണ്ടുപിടിച്ചിരുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് മെറ്റൽ ഏജ് ഉണ്ടായത്, ലോഹയുഗം കേട്ടോ. അതിനകത്തിലുള്ളതാണ് ബ്രോൺസ് ഏജും അയൺ ഏജും കേട്ടോ, വെങ്കല യുഗവും ഇരുമ്പ് യുഗവും. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ 2 യുഗങ്ങളെക്കുറിച്ചാണ്, 5 യുഗങ്ങളെക്കുറിച്ചാണ്. അതായത് സ്റ്റോൺ ഏജിലുള്ള പാലിയോലിത്തിക് ഏജും അതായത് പ്രാചീന ശിലായുഗവും, മെസോലിത്തിക് ഏജ് അതായത് മധ്യശിലായുഗവും, നിയോലിത്തിക് ഏജ് അത് നവീന ശിലായുഗവും. അതുപോലെ തന്നെ മെറ്റൽ ഏജിലുള്ള ബ്രോൺസ് ഏജ് വെങ്കല യുഗത്തെക്കുറിച്ചും അയൺ ഏജ് ഇരുമ്പ് യുഗത്തെക്കുറിച്ചും ആവുന്നങ്ങളെ നമുക്ക് ഈ ചാപ്റ്റർ ഈ 5 യുഗത്തെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ?
ഓക്കെ ആണല്ലോ. അവിടെ ചാപ്റ്ററിനകത്തിൽ സ്റ്റോൺ ഏജും മെറ്റൽ ഏജും 2 യുഗങ്ങളുണ്ട്. അതിൽ സ്റ്റോൺ ഏജിൽ വരുന്നത് 3 എണ്ണവും മെറ്റൽ ഏജിൽ വരുന്നത് 2 എണ്ണവുമാണ്. വൃത്തിയായിട്ട് പഠിച്ചേ, ഇപ്പം തന്നെ കേട്ടപ്പോൾ തന്നെ പഠിച്ചേ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ തന്നെ സ്റ്റോൺ ഏജ്. എന്തു ഈ സ്റ്റോൺ ഏജ്, ശിലായുഗം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഹ്യൂമൻസ് യൂസ്ഡ് ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ ഒക്കെ വിശദമായിട്ട് നമ്മൾ ഒന്നാമത്തെ പാർട്ടി പറയുന്നുണ്ട് അല്ലേ. Humans used stone to make tools and weapons during that period. Historian describe these phases as a stone age. അതായത് അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. പണ്ട് കേട്ടോ. അക്കാലത്ത് മനുഷ്യർ ഇന്നത്തെ കൂട്ട് തോക്കും കത്തിയും വാളും അങ്ങനെയുള്ള ഒന്നുമില്ല അല്ലേ. അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. സ്റ്റോൺ ഏജിൻ്റെ കാര്യമാണേ. ചരിത്രകാരർ ആദ്യ കാലഘട്ടത്തെ ശിലായുഗം എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ, എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഈ സ്റ്റോൺ ഏജിനെ നമ്മൾ പറഞ്ഞു 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ നിങ്ങളെ പാലിയോലിത്തിക് ഏജ് എന്നാൽ എന്താണ്, അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം എന്നാൽ എന്താണ്? അതായത് പാലിയോലിത്തിക് ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ് സ്റ്റോൺ ടൂൾസ്. ഈ പാലിയോലിത്തിക് ഏജിലെ പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചു വരുന്നത് പരിക്കൻ കല്ലുണ്ടല്ലോ, പരിപരുത്ത കല്ലുകൾ, അങ്ങനെയുള്ള പരിക്കൻ ശിലാ ഉപകരണങ്ങളായിരുന്നു അവരന്ന് ഉപയോഗിച്ചിരുന്നത്. ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് there were 3 മെയിൻ സ്റ്റേജ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്. ഈ പരിക്കൻ കല്ലുകൾ അവർ ഉപയോഗിച്ചല്ലോ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ? ആർക്കിയോളജിസ്റ്റ് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? പുരാവസ്തു ഗവേഷകന്മാർ. അവരുടെ മലയാളമാണ് പുരാവസ്തു ഗവേഷകന്മാർ. ഇവരെന്തിനാ ഈ പണ്ട് കാലത്ത് ഇത്രയും റഫായിട്ടുള്ള കല്ല് ഉപയോഗിച്ചത്? അവരതിനെ 3 ആയിട്ട് അങ്ങ് തിരിച്ചു. ഏതൊക്കെ തരത്തിലുള്ള കല്ലുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതെന്നുള്ള രീതിയിൽ ഇവർ വന്നിട്ട് ഇതിനെ അങ്ങ് 3 ആയിട്ട് തിരിച്ചു. 1 യൂട്ടിലൈസേഷൻ, അതായത് ഇത് പ്രയോജനപ്പെടുത്തൽ. 2 ഫാഷനിങ്, രൂപമാറ്റം വരുത്തൽ. 3 സ്റ്റാൻഡേർഡൈസേഷൻ. അങ്ങനെ 3 ആയിട്ട് ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകർ ഈ ഉപകരണങ്ങളുടെ, അതായത് ഈ റഫ് സ്റ്റോൺസ് ആണ് ഇവർ ഉപയോഗിച്ചിരുന്നത് പാലിയോലിത്തിക് ഏജിലെ, അതായത് പ്രാചീന ശിലായുഗത്തിലെ ആൾക്കാർ നല്ല റഫായിട്ടുള്ള കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിക്കൻ ശില, റഫ് സ്റ്റോൺസ്, പരിക്കൻ ശിലാ ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയായപ്പം ഈ പുരാവസ്തു ഗവേഷകർ വന്നിട്ട് ഇതിനെ 3 ആയിട്ട് അങ്ങ് തിരിച്ചു. 1 യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തൽ എന്ന് വെച്ചാൽ എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. അവർക്ക് കിട്ടിയ ലഭ്യമായ കല്ലുകളെ ഒരു രൂപമാറ്റവും വരുത്താതെ തന്നെ അവരങ്ങ് ഉപയോഗിച്ചു. ആ റഫ് സ്റ്റോൺസുകൾക്ക് കിട്ടുന്ന കട്ടിയുള്ള റഫായിട്ടുള്ള സ്റ്റോൺസുകൾക്ക് അവർ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരു മാറ്റവും, യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ അവരതിൽ നിന്ന് മനസ്സിലായി ലഭ്യമായി അവർക്ക് കിട്ടിയ കല്ലുകളെ രൂപമാറ്റം ഒന്നും വരുത്താതെ കേട്ടോ അവരെ ഉപയോഗിച്ചു. പക്ഷേ രണ്ടാമത്തെ നോക്കിയ ഫാഷനിങ്, രൂപമാറ്റം വരുത്തി. ദ മെത്തേഡ് ഈസ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ്. നോക്കിയേ നിങ്ങളെ, ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. അവർക്ക് ആവശ്യത്തിനനുസരിച്ച്, ഇപ്പം എറിയാനാണെങ്കിൽ ആ തരത്തിലുള്ളത്, കുത്താനാണെങ്കിൽ ആ തരത്തിലുള്ള, മനസ്സിലായോ? അങ്ങനെയൊക്കെ അവർ ഷേപ്പിലോട്ട് മാറ്റാൻ തുടങ്ങി. മനസ്സിലാക്കണം. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. ലഭ്യമായ കല്ലുകളെ, അവർക്ക് കിട്ടിയ കല്ലുകളെ അവരാവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ നോക്കിയേ. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാക്കി. ഓരോ ആവശ്യത്തിനും അവർ പ്രത്യേകം വേണ്ടിയുള്ള കല്ലുകൾ അവർ ആക്കാൻ തുടങ്ങി. അപ്പോൾ യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ആദ്യം അവർക്ക് കിട്ടുന്ന പരിക്കൻ കല്ലുകളെ അവരൊരു മാറ്റവും വരുത്തിയില്ല, അതുപോലെ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെയൊക്കെ ഫാഷനായിട്ട് രണ്ടാമത്തെ ഇതിലാക്കി കേട്ടോ, അവരതിന് ഷേപ്പൊക്കെ മാറ്റാൻ തുടങ്ങി. മൂന്നാമതോ ഓരോ ആവശ്യത്തിനും അവർ പ്രത്യേകം ഉള്ളത്, ഇപ്പം നമ്മൾ പറയട്ടെ തൂമ്പ നമ്മൾ എടുക്കുന്നില്ലേ, കൂന്താലി ഇല്ലേ, കോടാലി, ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളില്ലേ. അപ്പോൾ ഓരോ ആവശ്യത്തിനല്ലേ ഇത് എടുക്കുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡൈസേഷൻ അവരെന്താ ഓരോ ആവശ്യങ്ങൾക്കുള്ളത് പ്രത്യേകം മാറ്റാൻ തുടങ്ങി. മനസ്സിലായോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രാചീന ശിലായുഗത്തിലെ ആദിമ മനുഷ്യർ ഉപയോഗിച്ച ഉപകരണങ്ങൾ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ നിങ്ങളെ? അതായത് ഉരുളൻ കല്ലുപകരണങ്ങളുണ്ട്, പെബിൾ ടൂൾസ്, ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങളുണ്ട്, കൽച്ചീള് ഉപകരണങ്ങളുണ്ട്, ഫ്ലേക്ക് ടൂൾസ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ ഈ ഫ്ലേക്ക് ടൂൾസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചാലോ കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ ബോക്സിൽ കിടപ്പുണ്ട് കോർ ആൻഡ് ഫ്ലേക്സ് എന്ന്, കാണാൻ പറ്റുന്നുണ്ടോ? കോർ ആൻഡ് ഫ്ലേക്സ്, അതായത് മാതൃശിലകളും കൽച്ചീളുകളും എന്നാണ് കേട്ടോ.
ചീളുണ്ടല്ലോ, ചീള് കല്ലെന്നൊക്കെ പറയുമല്ലോ. അതായത് വെൻ എ പീസ് ഓഫ് സ്റ്റോൺ ഈസ് ബ്രോക്കൺ ഇൻ ടു 2 or more പീസ്, ദ ലാർജസ്റ്റ് പീസ് ഈസ് കാൾഡ് കോർ ആൻഡ് സ്മാളസ്റ്റ് പീസ് ഈസ് കാൾഡ് ഫ്ലേക്സ്. Those made of core stones is called core tools and those made of stone flakes are called flake tools. അല്ല, മനസ്സിലായോ? അതായത് നമ്മളൊരു വലിയൊരു കഷ്ണം കല്ലെടുക്കുക കുഞ്ഞുങ്ങളെ, അതിനെ നമ്മളിങ്ങനെ വലിയൊരു എന്തെങ്കിലും വെച്ച് രണ്ടായിട്ട് മുറിക്കുക, 2 അതിലധികമോ കഷ്ണങ്ങളായിട്ട് അതങ്ങ് പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നും ഏറ്റവും വലിയ ഒരു കഷ്ണം കാണുമല്ലോ, ആ കഷ്ണത്തെ അവർ കോർ അല്ലെങ്കിൽ മാതൃശില എന്ന് വിളിച്ചു. മനസ്സിലായോ? ഒരു കല്ലിനെ നമ്മൾ എന്തെങ്കിലും അതിന് പറഞ്ഞ ചുറ്റുകയോ എന്തെങ്കിലും വെച്ച് നമ്മൾ നല്ലപോലെ ഒരു അടി കൊടുക്കുമ്പോൾ അത് പൊട്ടുമ്പോൾ അതിലെ വലിയ ആ കഷ്ണത്തിനെ മാതൃശില കോറെന്നും ആ ചെറിയ കഷ്ണത്തിനെ കൽച്ചീളുകളെന്നും വിളിക്കുന്നു. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്ന ആ വലിയ കല്ലുണ്ടല്ലോ, അതുകൊണ്ട് എന്ത് നിർമ്മിച്ചാലും അതിനെ മാതൃശില ഉപകരണങ്ങൾ, ആ പൊട്ടിയ വലിയ കല്ലുണ്ടല്ലോ, അത് വെച്ച് എന്ത് പണിഞ്ഞാലും അതിനെ മാതൃശില ഉപകരണങ്ങളെന്നും ചെറിയ കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീല് ഉപകരണങ്ങളെന്നും വിളിക്കുന്നു. ഇപ്പോൾ പിടികിട്ടിയല്ലോ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഇനി ഈ പാഠത്തിൽ നമ്മളിപ്പോൾ സ്റ്റോൺ ഏജിനകത്തിലെ ഒന്നാമത്തെ ആയിരുന്നേ പാലിയോലിത്തിക് ഏജ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും കേട്ടോ. ഈ പറയുന്ന പാലിയോലിത്തിക് ഏജ് ആയാലും മെസോലിത്തിക് ഏജ് ആയാലും നിയോലിത്തിക് ഏജ് ആയാലും ഈ 3 എണ്ണത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ചോദിക്കുമേ. ഓക്കെ, അപ്പോൾ നോക്കിയേ, 1 യൂസ്ഡ് റഫ് സ്റ്റോൺ. ശരിയാ, അവർ പരിക്കൻ കല്ലുപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ. യൂസ്ഡ് റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ലിവ്ഡ് ഇൻ കേവ് ആൻഡ് ഓപ്പൺ സ്പേസ്. അവർ ഗുഹകളിലും ഓപ്പൺ സ്പേസ് തുറസായ സ്ഥലങ്ങളിലുമൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. പഠിച്ചോണേ നിങ്ങളെ, പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ള കാര്യങ്ങളാണ്. അവർ റഫ് സ്റ്റോൺസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവർ താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? ലിവിഡിന് കേവ് ആൻഡ് ഓപ്പൺ സ്പേസ്. ഒന്നുകിൽ കേവിലായിരിക്കും, ഗുഹയിലായിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലായിരിക്കും. മനസ്സിലായോ? ഇനി 3ാമത്തത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വെതർ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അവരുടെ ജീവിതം നയിച്ചുകൊണ്ട് ഉപജീവന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണ്ടിങ്, ഒന്നുകിൽ വേട്ടയാടും അല്ലേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ അമ്പ ചെയ്ത് വീഴ്ത്തിയോ അല്ലെങ്കിൽ ശേഖരിക്കും, നട്ട്സുകളോ എന്തെങ്കിലുമൊക്കെ പഴങ്ങളൊക്കെ ശേഖരിച്ചോ ഒക്കെ ആയിരുന്നു അവരുടെ ഓരോ ദിവസങ്ങളും അവർ കഴിച്ചു കൂട്ടിയിരുന്നത് കേട്ടോ. പിന്നെയുണ്ട് ബാൻഡ്സ് വെയർ ദ ബേസിക്സ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. ബാൻഡുകൾ അതത്രയല്ലേ ഉള്ളായിരുന്നു. ഓക്കെ, ബാൻഡ്സ് വെയർ ദ ബാൻഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, അവർ ഇപ്പം കുറേ ആൾക്കാർ 1-2 പേരായിട്ട് എന്തായാലും വനത്തിലൊന്നും പോയി താമസിക്കാൻ പറ്റില്ല. അവരൊരു കൂട്ടം ആൾക്കാരായിരുന്നു. എന്ന് വെച്ചാൽ 100-ൽ താഴെ, ഓർത്തോണേ നിങ്ങളെ, 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറിയൊരു സമൂഹം. എന്ന് വെച്ചാൽ 100-ൽ താഴെ ചിലപ്പോൾ 50, 60, 70 അങ്ങനെ 100-ൽ താഴെയുള്ള ആ ചെറിയ കൂട്ടം അല്ലെ, ആ ചെറിയ സമൂഹത്തിനെ അവർ ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പറ്റങ്ങൾ കേട്ടോ എന്നായിരുന്നു വിളിച്ചത്. ഇത് രക്തബന്ധമാണ് ഈ ബാൻഡുകളെ പരസ്പരം ബന്ധിപ്പിച്ചത്. അപ്പൂമ്മ, അപ്പൂപ്പന്, ചേച്ചി, ചേട്ടത്തി അങ്ങനെയുള്ള ഒരു രക്തബന്ധം ആണ് ഇവരെ ഈ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് കേട്ടോ. അതായത് ബാൻഡ്സ് വെയർ ദ ബേസിക്സ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ബാൻഡുകളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. മെൻ വെയർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഈസ് ഗ്യാതറിങ്. പുരുഷന്മാർ വേട്ടയാടിയും സ്ത്രീകൾ ശേഖരണത്തിലും ആയിരുന്നു ഏർപ്പെട്ടിരുന്നത്. ഫുഡ് വാസ് നോട്ട് സ്റ്റോർ. ഫുഡൊന്നും സ്റ്റോറൊന്നും ചെയ്ത് വെച്ചിരുന്നു. ഇന്നത്തെ കൂട്ട് 50-ൻ്റെ ഒരു ചാക്ക് മേടിച്ച് വീട്ടിൽ വെക്കുവോ, പച്ചക്കറി ഒരാഴ്ചത്തേക്കുള്ള മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുവോ അല്ലേ, അങ്ങനെ വല്ലതും ചെയ്തിരുന്നോ? ഇല്ല. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ്. അവർക്ക് നാടോടി ജീവിതമായിരുന്നു ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി അത് അങ്ങനെയൊക്കെ മതിയായിരുന്നില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഒരു വീട് വെച്ച് നമ്മൾ അതിനകത്ത് ഇങ്ങനെ കിടക്കുക അല്ലേ, ജീവിതകാലം മൊത്തം അവിടെ കിടക്കുക, അതാണോ നല്ലത്? ഇങ്ങനെ വേട്ടയാടി ഇങ്ങനെ കഴിച്ച് ഇല്ലേ? പഠിക്കണ്ടായിരുന്നു, പുസ്തകം എടുത്ത് പഠിക്കുകയും വേണ്ട, ഒന്നുമില്ലായിരുന്നില്ലയോ? സമാധാനം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും തിന്നുകയോ എവിടെയെങ്കിലും ഇരിക്കുകയോ അല്ലേ? മൃഗങ്ങളെ പേടിച്ചാൽ മതിയായിരുന്നില്ലേ? പക്ഷേ ഇപ്പം എന്തൊക്കെ പേടിക്കണം അല്ലേ? അപ്പോൾ ഇതാ കുഞ്ഞുങ്ങളെ, അപ്പോൾ ഇതിനകത്തിൽ 2, 4, 6, 7, 8 എണ്ണം തന്നിട്ടുണ്ട്. നിങ്ങളൊരു 5-6 എണ്ണമെങ്കിലും നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാലിയോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. ബാൻഡുകൾ എന്നാൽ എന്തെന്ന് ഒരു മാർക്കിന് ചോദിച്ചാൽ മലയാളം മീഡിയത്തിന് നോക്കിയാൽ നിങ്ങളെ 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ. രക്തബന്ധമാണ് ബാൻഡുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. ഓക്കെ ആണോ? ഇനി പ്രാചീന ശിലാ ഉപകരണങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ഇവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെ കുറിച്ച്. ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് യൂസ്ഡ് ഡിഫറെൻറ്റ് ടൂൾസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് ഫേസ് ഓഫ് പാലിയോലിത്തിക് ഏജ്.
ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഉരുളൻ കല്ലുപകരണങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഉരുളൻ കല്ലുപകരണങ്ങൾ അവർ എന്തിനായിരുന്നു ഉപയോഗിച്ചത്? എയർലിസ്റ്റ് സ്റ്റോൺ ടൂൾസ് ഫൗണ്ട് ഇൻ, ആ പേര് നോക്കണേ, ഓൾട്ടുവായ് ഗോർജിൻ കേട്ടോ, ആഫ്രിക്കയിലെ ഓൾട്ടുവായ് ജോർജിൻ കണ്ടെത്തിയ ആദ്യകാല ശിലാ ഉപകരണമാണ് ഈ പെബിൾസ് ടൂൾസ് അല്ലെങ്കിൽ ഉരുളൻ കല്ലുപകരണങ്ങൾ. പിന്നെ പെബിൾസ് വെയർ യൂസ്ഡ് ആസ് ടൂൾസ് വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ് മോഡിഫിക്കേഷൻ. ഈ ഉരുളൻ കല്ലുകളെ കാര്യമായിട്ട് രൂപമാറ്റം വരുത്താതെ ഉപകരണമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു ഇല്ലേ? പാലിയോലിത്തിക് ഏജ് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? യൂട്ടിലൈസേഷൻ അല്ലേ? അതിന് അവരെന്ത് ചെയ്തു? പരുക്കൻ കല്ലുകളെയൊക്കെ ശേഖരിച്ച് വെച്ചേക്കുമായിരുന്നു. അവരതിനെ ഒന്നും ഒരു മാറ്റവും ചെയ്തില്ല അല്ലേ? അങ്ങനെയായിരുന്നു. അതാണ് പെബിൾ ടൂൾസ് കേട്ടോ. അടുത്ത നോക്കിക്കേ, ബിഫേസ് കോർ ടൂൾസ്, ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ, ബൈഫേസ് എന്ന് പഠിച്ചു. ബൈഫേസ് കോർ ടൂൾസ് കേട്ടോ. എ ടൂൾ മെയ്ഡ് ബൈ കട്ടിംഗ് ബോത്ത് സൈഡ് ഓഫ് പേരന്റ് സ്റ്റോൺസ് മെയിൻലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ കൺട്രീസ്. എൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു കല്ല് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിയ കല്ലും കൊച്ചു കല്ലും അല്ലേ? അതിൻ്റെ വലിയ നമ്മൾ കോറെന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചില്ലേ? അതുപോലെ ഈ മാതൃശിലകളുടെ ഇരുവശങ്ങളും, ഇപ്പോൾ ഈ വലിയ കല്ലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് വശങ്ങളും ചെത്തിയെടുക്കും. അങ്ങനെ നിർമ്മിക്കുന്ന ഉപകരണമാണ് ഈ ബൈഫേസ് കോർ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. പ്രധാനമായും ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടെണ്ണം പഠിച്ചേ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത് കേട്ടോ. 2. ഓക്കെ, അടുത്തത് ഫ്ലേക്ക് ടൂൾസ്, കൽച്ചീളുകൾ. മുമ്പ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ് അല്ലേ? കോറും ഫ്ലേക്ക് ടൂൾസ് ഇവിടെയും കൊണ്ട് ഒരു പേപ്പറിൽ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ചോപ്പർ ചോപ്പിംഗ് ടൂൾസ്. എന്താണ് ഈ ചോപ്പർ ചോപ്പ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ചോപ്പർ ചോപ്പിംഗ് ടൂൾസ്, വെട്ടി മുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ. അതായത് ദീസ് ആർ ലാർജ് ആൻഡ് ഹെവി ടൂൾസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ കട്ടിങ് ആൻഡ് ചോപ്പിംഗ്. They are mainly from Southeast Asian countries including India. അതായത് മൂർച്ചയുള്ളതും വലുതും ഭാരമുള്ളതും വെട്ടുവാനും മുറിക്കുവാനും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ് ഇവ. ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇവ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. ഏതാണ്? ചോപ്പർ ചോപ്പിംഗ് ടൂൾസിനെ കുറിച്ചാട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ 4 എണ്ണം പഠിച്ചാൽ മതി. അടുത്ത 9ാമത്തെ ചോദ്യം, അപ്പാർട്ട് ഫ്രം സ്റ്റോൺ വേർ എനി അതർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് ടൂൾസ് ഇൻ പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗത്തിൽ ശിലകൾക്ക് പുറമെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ? പ്രാചീന ശിലായുഗത്തിൽ, പാലിയോലിത്തിക് ഏജ് ആണ് പറയുന്നത്, ഈ ശിലകൾക്ക് പുറമെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ടൂൾസ് മെയ്ഡ് ഓഫ് ബോൺസ്, ജീവികളുടെ എല്ലുകളുണ്ടല്ലോ നിങ്ങളെ, അസ്ഥികൾ, അത് ഉപയോഗിച്ചായിരുന്നു കേട്ടോ. ടൂൾ മെയ്ഡ് ഓഫ് ബോൺസ്, സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിന്റ്, സ്പിയർ ത്രോവർ, പിന്നെ ബോൺ ഹാർപോൺ, ആ പേരൊക്കെ ഒന്ന് നോക്കണേ. അതായത് അസ്ഥി കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നു. പിളർപ്പുള്ള അസ്ഥിമുന, അസ്ഥി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ജീവികളെയൊക്കെ കൊല്ലുമ്പോൾ അവരുടെ അസ്ഥി കിട്ടുമല്ലോ, ആ അസ്ഥിയുടെ മുന കുന്തമെറിയുന്ന ഉപകരണമായിട്ട് ചാട്ടുളി കേട്ടോ, ഇതിനൊക്കെ ആയിരുന്നു. ഓക്കെ, വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻഷ്യൻ്റ് സ്റ്റോൺ ടൂൾസ്? നോക്കിക്കേ, പ്രാചീന ശില ഉപകരണങ്ങളുടെ പൊതുവായ സവിശേഷത എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞിലെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് നമ്മൾ പഠിച്ചു അല്ലേ? പാലിയോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വെച്ചേക്കണേ, ഞാൻ പറഞ്ഞത് 5 എണ്ണം പഠിക്കണേത്. പ്രാചീന ശില ഉപകരണങ്ങളാണ് കേട്ടോ ടൂൾസിൽ. പൊതുവായ സവിശേഷത എന്താവും ഞങ്ങളെ? അവിടെ മദർ സ്റ്റോൺ ടൂൾസ് ആൻഡ് സ്റ്റോൺ ടൂൾസ് വെയർ മെയ്ഡ്. മാതൃശിലാ ഉപകരണങ്ങൾ, കൽച്ചീൽ ഉപകരണങ്ങളൊക്കെ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. 10 അല്ലേ? പിന്നെയോ 5 ടൂൾ മേക്കിംഗ് ട്രഡീഷൻസ്. നോക്കിയേ, 5 ടൂൾ മേക്കിംഗ് ട്രഡീഷൻസ് എമർജ്ഡ് ഡ്യൂറിങ് ദ പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗത്തിൽ 5 ഉപകരണ നിർമ്മാണ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ടൂൾസ് വെയർ ആൾസോ മെയ്ഡ് ഓഫ് ബോണ്, അസ്ഥികളിലും ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. വായിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അടുത്ത 11ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ പ്ലേസ് ആൻഡ് കൺട്രീസ് വെയർ പിക്ചേഴ്സ് ഓഫ് ആൻഷ്യന്റ് ഹ്യൂമൻ വർക്ക് ഹാവ് ബീൻ ഫൗണ്ട്. അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ നോട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ പാലിയോലിത്തിക് സെൻറ്റർ ആണ് നിങ്ങളെ സെൻറ്റർ നോട്ട് ഓൺ ദ വേൾഡ് മാപ്പ്. അതായത് നിങ്ങളുടെ പേജ് നമ്പർ 13 ഒരെണ്ണം കേട്ടോ. പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങൾ കാണപ്പെട്ട സ്ഥലങ്ങളും രാജ്യങ്ങളും പട്ടികപ്പെടുത്തുക. അതല്ലെങ്കിൽ ലോക ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? ഈ പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. ഇച്ചിരി വെറൈറ്റി പേരുകളാണ്. ഷോവെ, നമ്മൾ ചൗവറ്റ് എന്നാണ് നമ്മൾ കറക്റ്റ് ഇംഗ്ലീഷിൽ അത് പറഞ്ഞത്. ഷെവർലെറ്റിന് വണ്ടിയൊക്കെ ഇല്ലേ,
ചൗവറ്റ് ഷോവേ എന്നാണ് കേട്ടോ. അത് ഫ്രാൻസ്. മുഖങ്ങളുടെ ചിത്രീകരണം, അതായത് ഇല്ലിസ്ട്രേഷൻ ഓഫ് ആനിമൽസ്. ലുസ്കോ എന്ന് വെച്ചാൽ ലാംസ്ക. കറക്റ്റ് നമ്മൾ ലാംസ്ക എന്നാണ് ഇംഗ്ലീഷ്, ലുസ്കോ എന്ന്. മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഫ്രാൻസ് മുഖങ്ങളുടെ ചിത്രീകരണമാണ്. അതും കുസാക്ക് ഫ്രാൻസാണ്. മുഖങ്ങളുടെയും സ്ത്രീകളുടെയും കോറിയിട്ട രൂപമാണ്. അടുത്തത് കുസാക്ക് അല്ലേ, കുസാക്കാണ് ഫ്രാൻസിൽ. കേർവ്ഡ് ഫിഗേഴ്സ് ഓഫ് ആനിമൽസ് ആൻഡ് വുമൺ. സറസ്ക് നോക്കി കഴിഞ്ഞാൽ സറൈസ്ക് റഷ്യയാണ്. വീനസ് പ്രതിമ, സ്റ്റാറ്റ്യൂ ഓഫ് വീനസ്. ലാഗർമ സ്പെയിനാണ്. അസ്ഥികളുടെ കൊത്തുപണികൾ. അപ്പം ഓരോ സ്ഥലത്തെയും നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇത് ഇത്രയും കേട്ടോ. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്ത കുഞ്ഞുങ്ങളെ, എന്താണ് ഈ പാലിയോലിത്തിക് കേവ് പെയിൻറ്റിങ്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. പാലിയോലിത്തിക് കേവ് പെയിൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഗുഹയ്ക്കകത്തിലൊക്കെ പണ്ടുള്ളവർ ഓരോന്നൊക്കെ വരച്ച് വെച്ചേക്കും കേട്ടോ. അതായത് പ്രാചീന ശിലായുഗത്തിലെ ഗുഹാ ചിത്രങ്ങളെ കുറിച്ചാണ്. ഇംഗ്ലീഷുകാരൻ നോക്കിയേ. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ഇന്നർ ആൻഡ് അപ്പർ വാൾ ഓഫ് ദ കേവ് വെയർ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച്. ഈ സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുണ്ടല്ലോ, ഗുഹയ്ക്കകത്ത് പിന്നെ സൂര്യപ്രകാശം ചെല്ലത്തില്ല, കയറി വരുന്ന അത്രയും ഭാഗ്യമുള്ളൂ അല്ലേ. അങ്ങ് അകത്തോട്ട് ഗുഹയല്ലേ, അകത്തോട്ട് അങ്ങ് പോകുമല്ലോ. അങ്ങനെ ഈ ഗുഹയുടെ ഉൾഭിത്തികളിലും മേളിലും ഉണ്ടല്ലോ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് ഇവർ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. ഒന്നാമത്തെ കേട്ടോ. പാലിയോലിത്തിക് കേവ് പെയിന്റിങ്ങിനെ കുറിച്ചാണ് നിങ്ങളെ. ഗുഹയുടെ സൂര്യപ്രകാശം എത്താത്ത അങ്ങ് ഒരുപാട് ഉള്ളിൽ ചെന്നിട്ട് ആ ഭിത്തിയിലൊക്കെ ഇവരെന്താ ഓരോ പടങ്ങളൊക്കെ വരച്ച് വെക്കുമെന്നത് തന്നെ. അത് മേളിലും താഴെയൊക്കെ വരച്ചു വെക്കും. ഓക്കെ അല്ലേ. നീഡിൽസ് ആൻഡ് പോയിന്റഡ് വെപ്പൺസ് വെയർ യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ്. കൈസൂചിയുണ്ട്. അവർ ഈയിലെ അസ്ഥികളിലൊക്കെ വെച്ച് ഓരോ സൂചിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കൈസൂചികളിലും മുനയുള്ള ആയുധങ്ങളും ചിത്രങ്ങൾ വരയ്ക്കാൻ അവർ ഉപയോഗിച്ചിരുന്നു. ഈ പടം വരയ്ക്കാനൊക്കെ കൈസൂചികളും മുനയുള്ള ആയുധങ്ങളും ഒക്കെ ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ അവരുപയോഗിച്ചിരുന്നു. പിന്നെയോ വേരിയസ് കളേഴ്സ് വെയർ യൂസ്ഡ് ടു പെയിൻറ്റ് ദ പിക്ചർ. ഇനി പലതരത്തിലുള്ള കളർ വേണ്ടായോ? ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു നോക്കിയേ. കളേഴ്സ് വെയർ മെയ്ഡ് ബൈ ഗ്രൈൻഡിങ് പെയിൻറ്റ്സ്, ട്രീ ബാർക്ക് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ആഡിങ് റെഡ് പൗഡർ. ഈ ചെടികളുണ്ടല്ലോ ഇല്ലേ, അതുപോലെ തന്നെ മരത്തിൻ്റെ തോല്, ബാർക്ക് എന്ന് വെച്ചാൽ തൊലി എന്ന അർത്ഥം കേട്ടോ. ബാർക്ക് ഏതാ? ട്രീ ബാർക്ക്, മരത്തിൻ്റെ തൊലി. ഈ തോല് അല്ലെങ്കിൽ കായ്കൾ എന്നിവയെല്ലാം എടുത്തിട്ട് അരച്ച് ചെങ്കൽ പൊടി, ചുവന്ന കല്ലിൻ്റെ പൊടിയുണ്ടല്ലോ, അതൊക്കെ ചേർത്താണ് ഇവർ ഈ പെയിൻറ് അടിക്കുന്നത്. മനസ്സിലായോ? ഈ പടങ്ങൾക്ക് കളർ കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ. ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധതരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചെടികളും അതുപോലെ തന്നെ മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവയൊക്കെ അരച്ച് ചുവന്ന ചെങ്കൽ പൊടി, ചുവന്ന കല്ലിൻ്റെ പൊടിയൊക്കെ ചേർത്താണ് അവർ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. എളുപ്പമല്ലേ പാലിയോലിത്തിക് കേവ് പെയിൻറ്റിങ്? എളുപ്പമല്ലേ നിങ്ങളെ? ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ മലയാളമാണ് ഇത്. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇനി ഞാൻ വായിക്കേണ്ടല്ലോ. ഓക്കെ. അടുത്ത 13ാമത്തെ ഈ ചോദ്യം നമ്മൾ നേരത്തെ ഓൾറെഡി ഒരെണ്ണം എഴുതിയതാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. വാട്ട് ഇൻഫർമേഷൻ കുഡ് ബി ഗ്യാതേർഡ് ഓൺ ഹ്യൂമൻ ലൈഫ് കേട്ടോ. പാലിയോലിത്തിക് ഏജിലെ ഹ്യൂമൻ ലൈഫ് അവർ റഫ് സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചത്. കേവ് ഓപ്പൺ സ്പേസിലായിരുന്നു താമസം. ഓർമ്മയുണ്ടോ? ഓക്കെ. എന്താവും നിങ്ങൾ ബാൻഡ് മുമ്പേ നമ്മൾ മലയാളം അതിൻ്റെ പറഞ്ഞായിരുന്നു അല്ലേ. ബാൻഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു 100ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹത്തെയാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത്. ബാൻഡ് ആർ എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഫീവർ ദാറ്റ് 100 മെമ്പേഴ്സ്, 100 ആൾക്കാരിൽ താഴെയുള്ള ആൾക്കാർക്കാണ് ബാൻഡ് അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത്. പറ്റങ്ങൾ എന്ന് അർത്ഥമുണ്ട് കേട്ടോ. ഓക്കെ. അങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ അടുത്ത നമ്മൾ പഠിക്കുന്നത് മെസോലിത്തിക് ഏജ് ആണ് അല്ലേ. രണ്ടാമത്തെ പാലിയോലിത്തിക് ഏജ് ആയിരുന്നു, അതിൻ്റെ ഫുള്ള് കഴിഞ്ഞു കുഞ്ഞുങ്ങളെ. ഇനി അടുത്ത മെസോലിത്തിക് ഏജ് ആണ്. ടെസ്റ്റിൽ എൻ്റെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാലിയോലിത്തിക് ഏജ് ആൻഡ് മെസോലിത്തിക് ഏജ് ആണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഓരോന്നായിട്ട് എന്തായാലും ചോദിക്കുമെന്ന് തോന്നുന്നു. അഥവാ ചോദിച്ചാലും ഇതിനകത്തിലേക്ക് അങ്ങ് പറക്കി എഴുതണം കേട്ടോ. അതായത് ദീസ് ആർ എ സ്മാളർ ടൂൾസ്. നോക്കണേ കുഞ്ഞുങ്ങളെ. മെസോലിത്തിക് എന്ന് വെച്ചാൽ എന്താണ്? മധ്യത്തായി അല്ലേ. പ്രാചീന ഒന്നാമത്തത്, നടുക്ക് മദ്യം, മൂന്നാമത്തത് നവീനമാണ് കേട്ടോ. നവീനം. അപ്പം these are smaller tools smaller tools than the ones used in the Paleolithic age അല്ലേ. പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളും മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. These are smaller tools than the one used in the Paleolithic age. This is the period when microlith were used. ആ ഒരു വാക്ക് ഓർത്ത് വെച്ചാൽ നിങ്ങളെ. അതായത് മെസോലിത്തിക് ഏജിലാണ്. ഏതാണ്?
മെസോലിത്തിക് ഏജിലാണ് മൈക്രോലിത്തുകൾ വന്നത് കേട്ടോ. മൈക്രോലിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചെറിയ ചെറിയ ആയുധങ്ങൾ, കല്ലുപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ആ ഒരു വരി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓരോ യുഗത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ചെറിയ കല്ല് മൈക്രോലിത്ത് ഉപയോഗിച്ചിരുന്നത് ഏതിലായിരുന്നു? മെസോലിത്തിക് ഏജിലായിരുന്നു കേട്ടോ. 15. ഓക്കെ, അപ്പം 16ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെസോലിത്തിക് ഏജ്? നമ്മൾ പാലിയോലിത്തിക് ഏജ് പഠിച്ചായിരുന്നു. അവർ റഫ് കല്ല് ഉപയോഗിച്ചു, മറ്റേത് ഉപയോഗിച്ചു, മറിച്ച് ഉപയോഗിച്ചു, നമുക്ക് കുറേ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി മെസോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കും. ഈ 5 യുഗത്തിൻ്റെയും ക്യാരക്ടർ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ. അപ്പം നമ്മളിപ്പം നോക്കിയേ, മെസോലിത്തിക് ഏജിന് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയോ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത് നോക്കുക. യൂസ് ഓഫ് മൈക്രോലിത്ത് അല്ലെങ്കിൽ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ്. അവർ വളരെ ചെറിയ സൂക്ഷ്മശില ആയുധങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ചെറുതിനാണ് ഈ മൈക്രോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്, ഫിഷിംഗ് ആൾസോ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അവർ വേട്ടയാടിയും ശേഖരിച്ചും മീൻപിടുത്തവും ഒക്കെ ആയിരുന്നു അവരുടെ ലിവ്ലിഹുഡ് എന്ന് വെച്ചാൽ ഉപജീവന മാർഗം. പിന്നെ ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിരുന്നു. അത് ചോദിക്കും, മൃഗങ്ങളെ ഇണക്കി വളർത്തിയത് ഏത് യുഗത്തിലായിരുന്നു കേട്ടോ? ഏതായിരുന്നു? മെസോലിത്തിക്കിലാട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. വൺ വേർഡായിട്ട് ചോദിക്കാം. ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ ഏത് ഏജിലായിരുന്നു കേട്ടോ? ഏതാണ്? മെസോലിത്തിക്കിലാണ് കേട്ടോ. അടുത്ത അമ്യൂസ്മെൻറ്റ്, വിനോദങ്ങളിലൊക്കെ അവർ ഏർപ്പെട്ടിരുന്നു. ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ, ലിംഗ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം എന്ന് വെച്ചാൽ ആണെന്നും പെണ്ണെന്നും, സ്ത്രീകൾ ആ ജോലികൾ ചെയ്യുക, പുരുഷന്മാർ ഈ ജോലികൾ ചെയ്യുന്നൊക്കെയുള്ള ഒരു വേർകൃത്യം ഏതിലാണ്? മധ്യശിലായുഗത്തിൽ ഉണ്ടായിരുന്നു. എളുപ്പമല്ലേ, പഠിക്കാൻ പറ്റുമല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ. അടുത്ത എക്സാമ്പിൾസ് ഫോർ മെസോലിത്തിക് സെൻറ്ററുകൾ. നമ്മൾ പാലിയോലിത്തിക് സെൻറ്ററുകളെ കുറിച്ച് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു പോകല്ലേ കേട്ടോ. പാലിയോലിത്തിക് സെൻറ്ററുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് മെസോലിത്തിക് സെൻറ്ററുകളാണ്. പേര് നോക്കിയോ നിങ്ങളെ, സ്റ്റാർ കാർസ്, CARR ഉണ്ട് കേട്ടോ. അത് ഇംഗ്ലണ്ടിലാണ്. പിന്നെ ഫഹിയാൻ ഗുഹ, ഫഹിയാൻ കേവ് ശ്രീലങ്കയിലാണ്. എല്ലാത്തിൻ്റെയും മലയാളം എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടണ്ട. സരൈ നഹർ റായ് കേട്ടോ, ഉത്തർപ്രദേശ്, ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണ് കേട്ടോ. ആ 3 എണ്ണവും മെസോലിത്തിക് സെൻറ്ററിന് ഉദാഹരണങ്ങളാണ്. അടുത്ത 18ാമത്തെ, മധ്യശിലായുഗ കേന്ദ്രമായ സ്റ്റാർ കാറിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? നമ്മൾ സ്റ്റാർ കാർ മെസോലിത്തിക് സെൻറ്ററിൽ ഒന്നാണ് ഈ സ്റ്റാർ കാർ എന്ന് പറഞ്ഞത്. എന്ത് ഈ സ്റ്റാർ കാർ? എന്തോ നമ്മൾ പല കാറും കണ്ടിട്ടുണ്ടല്ലേ, പല തരത്തിലുള്ള കാർ. എന്ത് ഈ സ്റ്റാർ കാർ? അതായത് സ്റ്റാർ കാർ എന്ന് വെച്ചാൽ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രമാണ്. സ്റ്റാർ കാർ എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ യൂറോപ്പിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രമാണ്. തുറസായ അധിവാസ കേന്ദ്രത്തിന് ഉദാഹരണവുമാണ് ഇത്. താൽക്കാലിക വാസസ്ഥലമാണ്. ഇത് ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാവില്ല കേട്ടോ. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാറൊന്നും അല്ല കേട്ടോ. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എ സ്റ്റാർ കാർ, മെസോലിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പ്. Tools made of stones and bone were found here. Evidence of early carpentry have also been found here. Early human used these areas as temporary settlement. അത്രേ ഉള്ളൂ, ടെമ്പററി സെറ്റിൽമെൻറ്റ്, താൽക്കാലിക വാസസ്ഥലമാണ് ഈ പറയുന്ന എന്താ സ്റ്റാർ കാർ കേട്ടോ. 18. ഓക്കെ, 19ാമത്തെ ചോദ്യം, നെയിം ദ ബുക്ക് ബൈ പേര് നോക്കണേ, ഗോൾഡൻ ചൈൽഡ് റെഫേഴ്സ് ടു ഇമ്പോർട്ടൻ്റ് ചേഞ്ച് ഇൻ ദ നിയോലിത്തിക് ഏജ്. നവീന ശിലായുഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഗോൾഡൻ ചൈൽഡിൻ്റെ ഗ്രന്ഥം ഏതാണ്? വൺ വേർഡാണ്, മാൻ മേക്ക് ഹിംസെൽഫ്. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നവീന ശിലായുഗത്തിൽ മനുഷ്യർ തുടക്കം കുറിച്ച പുതിയ ഉപജീവന രീതികൾ ഏതെല്ലാം? നവീന ശിലായുഗത്തെ കയറിയ നമ്മൾ പാലിയോലിത്തിക് പഠിച്ചു കേട്ടോ. ഇവിടെ മുതൽ നവീന ശിലായുഗം തുടങ്ങിയാണ്. പാലിയോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, മെസോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടർ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് നിയോലിത്തിക് ഏജ് ആവും ഞങ്ങളെ, നവീന ശിലായുഗത്തെക്കുറിച്ചാണ്. നവീന ശിലായുഗത്തിൽ മനുഷ്യർ തുടക്കം കുറിച്ച പുതിയ ഉപജീവന രീതികൾ. നവീനമായപ്പോഴത്തേക്കും മനുഷ്യർ ഒരുപാട് മാറി അല്ലേ, പണ്ടത്തിൽ നിന്നും ഒരുപാട് മാറി. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു വളർത്തിയത്? അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തി. മറ്റേവരും അതുപോലെ ആയിരുന്നു അല്ലേ, മെസോലിത്തിക്കിലും അവർ ഇണക്കി ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് അല്ലേ. അതുപോലെ തന്നെ കൃഷി ആരംഭിച്ചു കുഞ്ഞുങ്ങളെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാലത്താണ് കൃഷി ഉപയോഗിക്കാൻ തുടങ്ങിയത്? നവീന ശിലായുഗത്തിലാണ് കേട്ടോ. ഏതാണ്? നവീന ശിലായുഗത്തിലാണ് അവർ, അതായത് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഹ്യൂമൻസ് ടു ബിഗിൻ ദ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്? മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകം എന്തൊക്കെയാണ്?
അവർ ഈ ഇപ്പം മൃഗങ്ങളെയൊക്കെ അവർ നവീന ശിലായുഗത്തിൽ ഇണക്കാൻ തുടങ്ങി, കൃഷിയൊക്കെ തുടങ്ങാൻ തുടങ്ങി. ഇതിനൊരു കാരണം കാണുമല്ലോ അല്ലയോ? ഇവരൊക്കെ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താ? അവിടെ പോപ്പുലേഷൻ കൂടി, ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്റ്റ്, ആഹാരം അവർക്ക് നേരെ ചൊവ്വിന് കിട്ടാതെയായി അല്ലേ? ചേഞ്ച് ഇൻ ടെക്നോളജി, സാങ്കേതികവിദ്യയൊക്കെ മാറി വന്ന മാറ്റം, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, സങ്കീർണമായ സാമൂഹിക സംഘാടനം തുടങ്ങി, ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, മനുഷ്യ അധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, ഇതെല്ലാം എന്താണ് ഇവരെ മാറ്റാനുള്ള കാരണം. ഈ 5 ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചിന്തിക്കാനുള്ള കാരണം കേട്ടോ. ഓക്കെ, നവീന ശിലാ ഉപകരണങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൂന്നാമത്തെ ആണ്. 1 പാലിയോലിത്തിക് ഏജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, 2 നിയോലിത്തിക് ഏജ്, 2 മെസോലിത്തിക് ഏജ്, 3 നിയോലിത്തിക് ഏജ് കേട്ടോ. അതിന്റെ ക്യാരക്ടർ നോക്കിയേ. മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി, പോളിഷ്ഡ് ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെയോ വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി, ഡിവൈസ് ഓഫ് വേരിയസ് ഷേപ്പ് ആൻഡ് സൈസ് കേട്ടോ. 2 ഉള്ളൂ. 2 ഒന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. മെസോലിത്തിക് ഏജിലുണ്ടായ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. 22 ഓക്കെ, എന്താണ് ഈ നിയോലിത്തിക് ഏജ് അല്ലേ? അവിടുത്തെ ജീവിത രീതിയൊക്കെ എങ്ങനെയായിരുന്നു നോക്കിക്കേ. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. പോട്ടറി, കളിമൺ പാത്ര നിർമ്മാണമൊക്കെ അവർക്ക് തുടങ്ങി. മാനുഫാക്ചർ ഓഫ് ക്ലേ ബ്രിക്സ്, കളിമൺ ഇഷ്ടികയുടെ നിർമ്മാണം തുടങ്ങി. ഫോർമേഷൻ ഓഫ് ഒക്കുപ്പേഷണൽ കാറ്റഗറീസ്, തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം തുടങ്ങി. പോളിഷ്ഡ് ടൂൾസ്, മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പഠിച്ചോണേ നിങ്ങളെ നിയോലിത്തിക് ഏജിൻ്റെ കേട്ടോ. നിയോലിത്തിക് ഏജിൽ ഉണ്ടാകുന്ന മാറ്റം. പാലിയോലിത്തിക്കിൽ ആദ്യം നമ്മൾ എന്തൊക്കെയാണ് അവർ അവർക്ക് സ്വന്തമായിട്ട് അവർ ഭക്ഷണമൊന്നും സൂക്ഷിച്ച് വെച്ചിരുന്നില്ല അല്ലേ? നൊമാഡിക് ലൈഫായിരുന്നു അവർ. ഇന്നത് വേട്ടയാടിയും വല്ലതും കിട്ടുന്ന അത് അന്തരെ കഴിച്ചു അവരിങ്ങനെ പോയിക്കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമായിരുന്നു. 2 മെസോലിത്തിക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? സ്റ്റോണുകൾ, കല്ലൊക്കെ വെച്ച് കൂർപ്പിച്ച ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ അവർ കൃഷിയിലോട്ട് കയറിയില്ല അല്ലേ? അതുവരെ ആയി. അടുത്ത നിയോലിത്തിക്കിൽ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? കൃഷി ചെയ്ത് അവർ ജീവിക്കുക. അതൊക്കെ ആ ഓർഡറിൽ തന്നെ പഠിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും നോട്ട് നോക്കി പഠിച്ചോണ്ടേ നിങ്ങൾ കേട്ടോ. അത് നല്ലപോലെ അത് പഠിച്ചോണേ. ഓക്കെ, ഇത്രയും പഠിക്കാമല്ലോ. അടുത്തത്, വിച്ച് ഈസ് ദ ആർക്കിയോളജിസ്റ്റ് ഹു ഡിസ്ക്രൈബ്ഡ് ദ മോഡേൺ എറ ആസ് നിയോലിത്തിക് റവല്യൂഷൻ? നവീന കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച പുരാവസ്തു ഗവേഷകൻ ആരാണ്? ഗോൾഡൻ ചൈൽഡ് ആണ് കേട്ടോ. ദ ഗോൾഡൻ ചൈൽഡ്. ആ പേരൊക്കെ പഠിച്ചു വെച്ചേക്കണേ നിങ്ങളൊക്കെ. ഇനി നവീന ശിലായുഗ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? മധ്യശിലായുഗ കേന്ദ്രങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചാണ് നിങ്ങളെ. പേരെല്ലാം ഒരുമാതിരി വായിക്കൊള്ളാത്ത പേരുകളാണ്, പഠിച്ചോണം കേട്ടോ. ജെറിക്കോ, പാലസ്തീന് കേട്ടോ. ജെറിക്കോ എവിടെയാണ്? പാലസ്തീന്. ജാർമോ, ഈ ജാർമോയെ കുറിച്ച് നമുക്ക് വേറെയും പഠിക്കാനുണ്ട്. ജാർമോ വടക്കൻ ഇറാഖിലാണ്. ജാർമോ. അലിക്കോഷ് ഇറാനിലാണ്. മെഹർഗഡ് പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനാണ് കേട്ടോ. മെഹർഗഡ്. അപ്പം ജാർമോയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? അപ്പം നവീന ശിലായുഗത്തിലെ കേന്ദ്രങ്ങളാണ്. നമ്മൾ ഏതോ ഒരു കേന്ദ്രത്തിനകത്തിലെ ഏതിനെക്കുറിച്ചോ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ? എന്തായിരുന്നു ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാ പോട്ടെ. നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട നിങ്ങളെ. അപ്പം അതിലെ ജാർമോയെക്കുറിച്ചൊന്ന് നോക്കിയേ. നവീന ശിലായുഗമായ ജാർമോയുടെ സവിശേഷതകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. റോബർട്ട് ജെ ബ്രെയ്ഡ് വുഡാണ് ഗവേഷകന് നേതൃത്വം കൊടുത്തത്. പിന്നെ ബാർലിയും 2 തരം ഗോതമ്പുമാണ് അവിടെ കൃഷി ചെയ്തിരുന്നത്. മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകളുണ്ടായിരുന്നു. വീടുകളൊക്കെ ചെറു കുടിലുകളായിരുന്നു. കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇതൊക്കെ ഏതിലാണ്? ജോർമോയുടെ കേട്ടോ. ജോർമോ നവീന ശിലായുഗത്തിലെ കേന്ദ്രങ്ങളാണ് ഈ ജോർമോ. ഓരോരോ കേന്ദ്രങ്ങളുണ്ടല്ലോ, അതിലൊന്നാണ് ഈ ജോർമോ. ഈ ജോർമോയിൽ എന്തൊക്കെയായിരുന്നു? റോബർട്ട് ജെ ബ്രെയ്ഡ് വുഡാണ് ഈ ഗവേഷണം നേതൃത്വങ്ങൾക്കെടുത്ത്. ബാർലിയും 2 തരം ഗോതമ്പും അവിടെ കൃഷി ചെയ്തു. മൃഗങ്ങളെയൊക്കെ ഇണക്കി അവർ വളർത്തി. വീടുകൾ ചെറു കുടിലുകളായിരുന്നു. കളിമണ്ണ് കൊണ്ട് അവർ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ രൂപങ്ങൾ നിർമ്മിച്ചു കേട്ടോ. ജോർമോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതിക്കൊണ്ടേ നിങ്ങളെ. അതിൻ്റെ ഇംഗ്ലീഷുണ്ട്. നോക്കിയേ. ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് സെൻ്ററായ ജാർമോയെക്കുറിച്ച് നോക്കിയേ. ദ റിസർച്ച് വാസ് ലെഡ് ബൈ റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ആണ്. ബാർലി ആൻഡ് 2 ടൈപ്പ് ഓഫ് വീറ്റ് വെയർ കൾട്ടിവേറ്റഡ്. ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ദ ഹൗസ് വെയർ സ്മാൾ ഹട്ട്. ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മെയ്ഡ് ഓഫ് ക്ലേ. കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ? ഇംഗ്ലീഷ് മീഡിയക്കാർ ജോർമോയെക്കുറിച്ച് ഇതങ്ങ് എഴുതണം കേട്ടോ.
അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത നമ്മൾ ഏതാ മെറ്റലിലോട്ട് കയറി കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഏജിൽ പാലിയോലെത്തിക് ഏജ്, മെസോലെത്തിക് ഏജ്, പിന്നെ ഏതാണ് നിയോലെത്തിക് ഏജ്, 3 എണ്ണമായിരുന്നു. അടുത്ത നമ്മൾ എന്താണ് മെറ്റൽ ഏജിനകത്തിലാണ് ഏത് വരുന്നത്, കോപ്പറൊക്കെ വരുന്നത് കേട്ടോ. വിച്ച് മെറ്റൽ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ മാൻ, അല്ലേ? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാന്ന് ഒരു മാർക്കിട്ട് ചോദിക്കാം. ചെമ്പാണ് കേട്ടോ, ചെമ്പ്, കോപ്പർ. വൈ ദിസ് ഏജ് ഈസ് ടേംഡ് ആസ് മെറ്റൽ ഏജ്? ഈ കാലത്തെ ലോഹയുഗം എന്ന് വിളിക്കാൻ കാരണം എന്താ, മെറ്റൽ ഏജ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ഡ്യൂറിങ് ദീസ് പീരീഡ് ഹ്യൂമൻസ് ലേൺഡ് ദ ടെക്നിക് ഓഫ് ടേണിംഗ് റോ മെറ്റൽസ് ഇൻ ടു വെപ്പൺസ് ആൻഡ് ടൂൾസ്. അതായത് ഈ ലോഹ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയതിനാലാണ് ഇതിനെ മെറ്റൽ ഏജ് അല്ലെങ്കിൽ ലോഹയുഗം എന്ന് വിളിച്ചത്. ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയോണ്ട് ആ ഏജ് എന്ന് പറയുന്നു, ലോഹം ഉപയോഗിക്കാൻ തുടങ്ങിയോണ്ട് അതിനെ ലോഹ ഏജ് എന്ന് പറയുന്നു, ഇല്ലേ? മെറ്റൽ ഏജ് എന്ന് പറയുന്നു. ഓക്കെ, നെയിം ദ പ്ലേസ് വേർ ദ പ്രസൻസ് ഓഫ് കോപ്പർ വാസ് ഫൗണ്ട്. ചെമ്പിന്റെ സാന്നിധ്യം, കോപ്പറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ചെമ്പ് എവിടെയൊക്കെയാണ് നിങ്ങളെ കണ്ടുപിടിച്ചത്? പേര് നോക്കിയേ, ചറ്റാൽ ഹൊയൂക്ക്. അപ്പം അങ്ങനെ ഇരിക്കുന്നു, തുർക്കിയിലാണ് കേട്ടോ, തുർക്കി. പേര് നോക്കിയേ, ചാറ്റൽ. മലയാളത്തിൽ അല്ല, ഈ ഇംഗ്ലീഷിൽ പറയുമ്പം CAT ആണ് അല്ലേ, കാറ്റൽ. കാറ്റൽ എന്ന് നമ്മൾ വായിക്കും അല്ലേ, കാറ്റൽ ഹുയുക്ക് എന്ന് വായിക്കാം. പക്ഷെ ചാതൽ എന്നാണ് അതിൻ്റെ മലയാളം അവർ പറയുന്നത് കേട്ടോ, ചാതൽ ഹുയുക്ക്. അതെവിടെ, തുർക്കിയിലാണ്. അതുപോലെ തന്നെ ചയോനു, നമ്മളല്ലാതെ പറഞ്ഞെങ്കിൽ കയോനു എന്നാണ്, CA വന്നിട്ടില്ലേ, കയോനു, നോർത്ത് സിറിയയിലാണ്. ചയോനു എന്നാണ് കേട്ടോ, എൻ്റെ മലയാളം താഴെ കൊടുത്തേക്കുന്നുണ്ടോ. അടുത്ത അലിക്കോഷ്, ഓക്കെ, ഇറാനിലെ അലിക്കോഷ്, അത് കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ആ പേരൊന്ന് പഠിച്ചോണ്ടോ നിങ്ങൾ, എവിടെയൊക്കെയാണ് ചെമ്പ് കണ്ടുപിടിച്ചത് കേട്ടോ. 29. ഓക്കെ, 30ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ടൂൾസ് ഓവർ സ്റ്റോൺ ടൂൾസ്? ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ശിലാ കോപ്പർ ടൂൾസ് ഓവർ സ്റ്റോൺ ടൂൾസ്. ഈ സ്റ്റോൺ ടൂൾസിനേക്കാൾ കോപ്പർ ടൂൾസിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു സ്യൂട്ടബിൾ ഷേപ്പ് ആൻഡ് അല്ലേ ഫോം. ശരിയാ, നമുക്ക് ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും മാറ്റരുതോ, അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അതാണ് ഈ കോപ്പറിൻ്റെ പ്രത്യേകത അല്ലേ. ഡ്യൂറബിലിറ്റി, കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും, എത്ര കാലം വേണമെങ്കിലും നിൽക്കും അല്ലേ. ഡ്യൂറബിലിറ്റി, എത്ര കാലം വേണമെങ്കിലും അത് നിൽക്കുമെന്ന്. പിന്നെയോ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഡാമേജ്ഡ് ഇറ്റ് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ത്രൂ പ്രോസസ്സിങ്. ഇനി അഥവാ എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിച്ചാലും നമുക്കതിനെ സംസ്കരണത്തിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അല്ലേ. ക്യാൻ ബി റീയൂസ്ഡ്, നമുക്കതിനെ പുനരുപയോഗിക്കാനും കഴിയും. പിന്നെ ഇറ്റ് വിൽ ബി ഈസിയർ ടു യൂസ്, ഉപയോഗം കൂടുതൽ എളുപ്പകരമാക്കാനും പറ്റുമെന്നാണ്. സ്റ്റോൺ ടൂൾസിനേക്കാൾ കോപ്പർ ടൂൾസ് അല്ലേ, ശിലാ ഉപകരണത്തെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള പ്രത്യേകത ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും മാറ്റാം, കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. എന്തെങ്കിലും അഥവാ കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം അല്ലേ, അതുപോലെ തന്നെ റീയൂസും ചെയ്യാം. പിന്നെ ഉപയോഗം കൂടുതൽ എളുപ്പകരവും ആവുകയുമാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ മലയാളം ഉണ്ടേ. വാട്ട് ഈസ് ദ ചാൽക്കോലിത്തിക് ഏജ്? ആ പേരൊന്ന് നോക്കിക്കേ, ചാൽക്കോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ താമ്രശിലായുഗം എന്നാണ് കുഞ്ഞുങ്ങളെ അതിൻ്റെ മലയാളം. എന്താ ചാൽക്കോലിത്തിക് ഏജ്? നമ്മൾ സ്റ്റോൺ ഏജ്, മെറ്റൽ ഏജ് പഠിച്ചു. അപ്പം ഇനി നമ്മൾ പഠിക്കുന്നത് മെറ്റൽ ഏജിനകത്തിൽ ബ്രോൺസ് ഏജ് അല്ലേ, ബ്രോൺസ് ഏജും ഏജ് ഏതൊക്കെ ഏജുകൾ, ബ്രോൺസ് ഏജും അയൺ ഏജും ആയിരുന്നു അല്ലേ. അപ്പം അതിനകത്തിലാണ് ചാൽക്കോലിത്തിക് ഏജ് വരുന്നത് കേട്ടോ. ദ പീരീഡ് വെൻ കോപ്പർ ടൂൾസ് വെർ യൂസ്ഡ് അലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ് ഇൻ ഇന്ത്യ റിമെയിൻസ് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. താമ്രശിലായുഗം എന്നാൽ എന്താണ്? ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച, നല്ലപോലെ നോക്കണേ, ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച കാലം താമ്രശിലായുഗം എന്ന് പറയുന്നു. ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഓക്കെ ആണല്ലോ. 31. 32ാമത്തെ ചോദ്യം. വാട്ട് വെയർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് മാൻ എൻഗേജ്ഡ് ഇൻ ടു പ്രിപ്പയർ ഫോർ അർബൻ ലൈഫ്? അതായത് നമ്മുടെ നാഗരിക ജീവിതം സജ്ജമാക്കുന്നതിന് മനുഷ്യൻ ഏർപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം? യൂസിങ് ദ പവർ ഓഫ് ദ ബുൾ ആൻഡ് ദ വിൻഡ്. അവർ ഈ കാളകളെയും കാറ്റ് എന്നിവയുടെയൊക്കെ ശക്തി പ്രയോജനപ്പെടുത്തൽ തുടങ്ങി.
യൂസ് ഓഫ് എ പ്ലോ ആൻഡ് വീല്, കലപ്പയുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, കലപ്പയും അതുപോലെ വീലുള്ള വണ്ടികൾ, ചക്രം വെച്ചുള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഡെവലപ്മെന്റ് ഓഫ് മെറ്റൽ വർക്കിംഗ് ടെക്നോളജി, ലോഹ സംസ്കരണ വിദ്യയുടെ വികാസം, ലോഹങ്ങളൊക്കെ വെച്ച് ഓരോന്നുണ്ടാക്കാൻ തുടങ്ങി. ഡെവലപ്മെന്റ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷികേതര ഉൽപാദനത്തിന്റെ വികാസം. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളുണ്ട്, ചോദ്യം ഇതാണേ ഉത്തരം. 4 പോയിന്റ് ഉണ്ട് കേട്ടോ. വാട്ട് യു മീൻ ബൈ അർബനൈസേഷൻ? എന്താണ് അർബനൈസേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്താവും നിങ്ങളെ? നാഗരികത എന്നാണ് കേട്ടോ, നാഗരികത. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് വെൻ എ റീജിയൻ കംസ് ടു ബി ഡെൻസിലി പോപ്പുലേറ്റഡ് വേർ ദ മെജോറിറ്റി ആൻഡ് ദെയർ മീൻസ് ഓഫ് ലിവിങ് ത്രൂ നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ക്രാഫ്റ്റ്, ട്രേഡ് എക്സെട്ര. ഒരു പ്രദേശത്ത് വെൻ എ റീജിയൻ എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കൃഷിയിൽ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളുമായ അല്ലെങ്കിൽ കാർഷികേതര പ്രവർത്തനങ്ങളുമായ വിവിധ തരം കൈത്തൊഴിലുകൾ കേട്ടോ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത അല്ലെങ്കിൽ അർബനൈസേഷൻ എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധതരം കൈത്തൊഴിലുകളും അല്ലെ എന്തെങ്കിലുമൊക്കെ കൈകൊണ്ടുള്ള പണിയുണ്ടല്ലോ, അതായത് കരകൗശല പണി, ഇപ്പോൾ കല ഉണ്ടാക്കുക, കുടം ഉണ്ടാക്കുക, ചട്ടി, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കച്ചവടം, ട്രേഡ് കേട്ടോ തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന സ്ഥിതിവിശേഷത്തിനെയാണ് അർബനൈസേഷൻ അല്ലെങ്കിൽ എന്ത് പറയുന്നത്, നാഗരികത എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഏജ് ദ അർബൻ ലൈഫ് ബിഗിൻ? നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കല യുഗത്തിലാണ് കേട്ടോ, ബ്രോൺസ് ഏജ്. 34 എണ്ണമായി. ഓക്കെ, 35ാമത്തെ ചോദ്യം നോക്കുന്നില്ല. ലിസ്റ്റ് ഔട്ട് ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. വെങ്കല യുഗത്തിൽ വികാസം പ്രാപിച്ച വിവിധ സംസ്കാരങ്ങൾ ഏതെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ ഇതൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ ഈ 10, 9 CBSEയുടെ ടെസ്റ്റൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഇതിനെക്കുറിച്ച് മാത്രം ഓരോ പാഠങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലിസ്റ്റ് ഔട്ട് ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്. വെങ്കലയുഗത്തിൽ വികാസം പ്രാപിച്ച വിവിധ സംസ്കാരങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒറ്റ പേര് പഠിച്ചാൽ മതി. ഹാരപ്പൻ സിവിലൈസേഷൻ. 6ാം ക്ലാസ്സിലെ പുതിയ ടെസ്റ്റ് ഉണ്ടല്ലോ നിങ്ങളെ സോഷ്യൽ, അവർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ ഒരു പാഠമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, അങ്ങനെ 3 സിവിലൈസേഷൻ ആണുള്ളത് കേട്ടോ. ബ്രോൺസ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, വെങ്കലയുഗം. അതിൽ വികാസം പ്രാപിച്ചതാണ് അതിൻ്റെ ആ സിവിലൈസേഷൻ കേട്ടോ. സംസ്കാരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വെച്ചാൽ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം കേട്ടോ. ഇന്ത്യ, ഈജിപ്റ്റ്, ഇറാഖ്, ചൈന. ആ പേര് പഠിച്ചു വെച്ചേക്കണം, ഏതൊക്കെ സ്ഥലത്താണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. Why the Harappan civilization is called the first urbanization in Indian history? ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? എന്താവും നിങ്ങളെ? വെൽ പ്ലാൻഡ് പബ്ലിക് ബിൽഡിങ്, വികാസം പ്രാപിച്ച നഗരങ്ങളായിരുന്നു. ഗ്രേറ്റ് ബാത്ത്, വലിയ കുളം, ഹൗസ്, വീടുകൾ, സ്ട്രീറ്റ്സുകൾ, തെരുവീതികൾ, ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്ക് ചാലുകൾ, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഹാരപ്പനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ആസൂത്രിതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ, പിന്നെന്തൊക്കെയാ, ക്രാഫ്റ്റ് പിന്നെ ഡ്രെയിനേജ്, ഗ്രാനറീസ്, പിന്നെ പറഞ്ഞില്ല തെരുവീതികൾ, അഴുക്ക് ചാലുകൾ, പിന്നെ ദ പ്രസൻസ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ട്രേഡ് അല്ലേ, വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും ഒക്കെ സാന്നിധ്യം. ഇതൊക്കെ ഏതൊക്കെയാ? ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണമാണ് ഇതൊക്കെ കേട്ടോ. നിങ്ങളല്ലെങ്കിൽ സംശയമാണ് ഈ ഗ്രേറ്റ് ബാത്ത് എന്തുവാന്നും കേട്ടോ. അതൊന്ന് നിങ്ങളൊന്ന് നെറ്റിലെടുത്ത് നോക്കണേ നിങ്ങൾ. ഗ്രേറ്റ് ബാത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് കൊടുത്തിട്ട് വേണം ഗ്രേറ്റ് ബാത്ത് കൊടുക്കാൻ കേട്ടോ. ഗ്രേറ്റ് ബാത്ത് ഒന്നും അല്ലാതെ കൊടുത്താൽ വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് കൊടുത്തിട്ട് ഗ്രേറ്റ് ബാത്ത് ഒന്നൊന്ന് കൊടുത്തു നോക്കി. അതുപോലെ അതിൻ്റെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം, ഇതൊക്കെ നല്ല നിങ്ങൾക്കത് എന്താണെന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അതിന് സമയക്കുറവുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടിരിക്കാത്തത്. ഓക്കെ, ആര്യൻസ് ഇപ്പം തന്നെ ഓക്കെ 44 മിനിറ്റായി. ഈ ചാപ്റ്റർ ഫുള്ള് വേണ്ട കുഞ്ഞുങ്ങളെ. ഹൂ വെയർ ആര്യൻസ്? ആരാ കുഞ്ഞുങ്ങളെ ഈ ആര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? അതിൻ്റെ ഫ്രണ്ട്സ്, നമ്മളുടെ ഫ്രണ്ട്സുകൾ വല്ലതും ആണോ ആര്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ? ആര്യൻസ് എന്ന് വെച്ചാൽ ആര്യന്മാർ അല്ലേ? ആരാണ്? ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻസ് ദ ആര്യൻസ് എൻറ്റേർഡ് ദ സപ്ത സിന്ധു, അതായത് നോർത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയനിൽ അല്ലേ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ എന്ന് വെച്ചാൽ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു പ്രദേശത്ത് കടന്നു വന്നവരെയാണ് എന്ത് പറയുന്നത്? ആര്യന്മാരെന്ന് പറയുന്നത് കേട്ടോ.
മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. ആഫ്റ്റർ എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയൊക്കെ അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടോ. അതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു പ്രദേശത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് കടന്നു വന്ന കുറച്ച് ആൾക്കാരുടെ പേരാണ് ഈ ആര്യന്മാരെന്ന് പറയുന്നത് കേട്ടോ. അവർ സ്പോക്ക് എ ലാംഗ്വേജ് ദാറ്റ് ബിലോങ് ടു ദ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ലാംഗ്വേജ് ആയിരുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷയായിരുന്നു അവർ സംസാരിച്ചത്. ഈ ആര്യന്മാരുടെ സംസാരം എന്തായിരുന്നു? ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷയായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. വി ഗെറ്റ് ടു നോ അബൌട്ട് ദിസ് ഏജ് ഫ്രം ദ വേദാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്ന് കരുതപ്പെടുന്നു കേട്ടോ. വി ഗെറ്റ് അല്ലേ, ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത്രയും എഴുതിയാൽ മതി കേട്ടോ, ഈ 3 പോയിന്റ്. മലയാളം മീഡിയക്കാർ അതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മദേശം മധ്യേഷ്യയാണെന്ന് കരുതപ്പെടുന്നെങ്കിൽ ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ചിരുന്നത് വേദങ്ങളിൽ നിന്നാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ ഈ ആര്യന്മാരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്ങനെയാണ് കിട്ടിയത്? വേദങ്ങളിൽ നിന്നാണ് കേട്ടോ. വേദകാലഘട്ടം എന്നറിയപ്പെടുന്ന ഏതാ കുഞ്ഞുങ്ങളെ? BC 1500-നും 600-നും ഇടയിലാണ് കേട്ടോ. വേദിക്ക് പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ എഴുതിക്കോണേ, ഞാനത് മലയാളം എഴുതിയില്ലല്ലേ. വേദകാല സംസ്കാരത്തിൻ്റെ സ്ഥാപകൻ ആരാ കുഞ്ഞുങ്ങളെ? ഇൻവെൻറ്റർ ഓഫ് വേദിക് ഏജ് ആര്യന്മാരാണ് കേട്ടോ, ആര്യൻസ്. വേദകാലത്തെ എത്രയായിത്തിരിക്കാം? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേദകാലത്തെ എത്രയായിത്തിരിക്കാം? 2 ആയിട്ട് തിരിക്കാം കേട്ടോ. വേദങ്ങളുടെ 2 ടൈപ്പ് ഓഫ് വേദാസ് ഏതൊക്കെയാണ്? ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലവും കേട്ടോ. ആദ്യകാല വേദകാലമാണ് ഋഗ്വേദം രചിച്ചത് കേട്ടോ. പിൽക്കാല വേദകാലത്തിലാണ് യജുർ, സാമോ, അഥർവ വേദങ്ങൾ. വേദങ്ങളെക്കുറിച്ചൊക്കെ വല്ലതും അറിയാമോ നിങ്ങൾ? വേദങ്ങൾ അപ്പോൾ ആദ്യകാല വേദത്തിൽ ഋഗ്വേദമാണ്, ഋഗ്വേദം കേട്ടോ. പിന്നെ പിൽക്കാലത്താണ് യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയൊക്കെ രചിച്ചത് കേട്ടോ. ആദ്യകാലവും പിൽക്കാലവും. അപ്പോൾ എന്താ ഏർലി വേദിക് പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? നോക്കിക്കേ, ഒരു 6 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളെ നോക്കിയേ? സപ്തസിന്ധു നോക്കിക്കേ, ഇതൂടെ ഉള്ളെന്ന് തോന്നുന്നല്ലേ, ഓർമ്മയുണ്ട്. ഓക്കെ, ഏർലി വേദിക് പീരീഡ്, ആദ്യകാല വേദകാലത്തെക്കുറിച്ച് നോക്കി കുഞ്ഞുങ്ങളെ. സപ്തസിന്ധു റീജിയൻ, സപ്തസിന്ധു പ്രദേശമായിരുന്നു. പിന്നെ പാസ്റ്റോറൽ എക്കോണമി ആയിരുന്നു. ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. സെമി നൊമാഡ്സ് ആയിരുന്നു. നൊമാഡ്സ് എന്ന് വെച്ചാൽ നാടോടികൾ. സെമി എന്ന് വെച്ചാൽ പകുതി, പകുതി സെമി എന്ന് വെച്ചാൽ പകുതിയില്ല. അർത്ഥ നൊമാഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥ നാടോടികളായിരുന്നു. പിന്നെ കമ്പാരേറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വുമൺ, സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം കൊടുത്തിരുന്നു. പിന്നെ ദ ഫോറസ്റ്റ് വാസ് ക്ലിയേർഡ് ആൻഡ് ബേൺഡ് ഫോർ കൾട്ടിവേഷൻ. ഇത് വേണ്ട കേട്ടോ, ഫോർ, അതായത് കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും ഒക്കെ അവർ കൃഷി ചെയ്തു. നാച്ചുറൽ ഫോഴ്സ് വെയർ വർഷിപ്പ്ഡ്, പ്രകൃതി ശക്തികളെയൊക്കെ അവർ പ്രകൃതിയിലെ ശക്തികളെ വർഷിപ്പ് എന്ന് വെച്ചാൽ ആരാധിച്ചിരുന്നു കേട്ടോ. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു ഈ സമൂഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിരവധി ഗോത്രങ്ങളൊക്കെ ചേർന്നതായിരുന്നു ഈ സമൂഹം. ഏതിനെക്കുറിച്ചാണെന്നറിയോ? ഒന്നാമത്തെ ഏർലിക്ക് വേദിക് പീരീഡിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നിങ്ങളെ? സപ്തസിന്ധു പ്രദേശമായിരുന്നു, ആര്യന്മാർ വന്ന് അവിടോട്ടല്ലായിരുന്നോ. ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. അർത്ഥനാടോടികൾ, സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം കൊടുത്തിരുന്നു. കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും അവർ കൃഷി ചെയ്തു. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു അവരുടെ സമൂഹം. പ്രകൃതി ശക്തികളെ അവർ ആരാധിച്ചിരുന്നു കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എന്താ? മറ്റേതാ? ലേറ്റർ അല്ലേ, ലേറ്റർ വേദിക്ക് പീരീഡ്. നോക്കിക്കേ, ഇതിൻ്റെ മലയാളം എന്നുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ ആദ്യകാല വേദകാലത്തിൻ്റെ മലയാളം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലേറ്റർ വേദിക് പീരീഡ്. നോക്കിയേ, പിൽക്കാല വേദകാലം, അതായത് എക്സ്റ്റെൻഡഡ് അപ് ടു ദ ഗാൻജറ്റിക് പ്ലെയിന്, ഗംഗാ സമതലം വരെ വ്യാപിച്ചു. അഗ്രികൾച്ചർ വാസ് ഗിവൺ ഇമ്പോർട്ടൻറ്റ്, കൃഷിക്ക് പ്രാധാന്യം നൽകി. സെറ്റിൽഡ് ലൈഫ്, സ്ഥിരവാസ ജീവിതമായിരുന്നു. ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡിക്ലൈൻഡ്, സ്ത്രീകളുടെ സാമൂഹ്യ പദവിക്ക് മങ്ങലേറ്റു. ദ വർണ്ണ സിസ്റ്റം ബിക്കംസ് സ്ട്രോങ്ങർ, വർണ്ണ വ്യവസ്ഥ ശക്തിപ്പെട്ടു. യാഗാസ് ബിക്കെയിം കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ്, യാഗങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, സങ്കീർണവും അതുപോലെ തന്നെ എക്സ്പെൻസീവ്, ചിലവേറിയതുമായിട്ട് മാറി. ന്യൂ ഡൈറ്റീസ് കെയിം ടു ബി വർഷിപ്പ്ഡ്, പ്രത്യേക ആരാധനാമൂർത്തികളെയൊക്കെ അവർ രൂപപ്പെടുത്തി. ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ്സ്, കരകൗശല വിദ്യകളുടെ തുടക്കവും ആയി. കണ്ടോ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ കേട്ടോ. എൻഡ് ഓഫ് ദീസ് ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. മൊത്തം നോക്കിയേ 42 ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ എഴുതിയത്. നിങ്ങൾ എന്തെങ്കിലും ഇനി നമ്മൾ എന്താ വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ എന്താ എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, അപ്പോൾ അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലായിടവും കിടക്കുന്നത്, ചാനലിലെല്ലാം കിടക്കുന്നുണ്ട്. ഇനി അത് ഞാൻ വേണമെന്നുണ്ടോ ഒരു കമൻറ്റ് പറയും കുഞ്ഞുങ്ങളെ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് പറയാട്ടോ. ഇത് ഇത്രയും നോക്കി എത്ര പേപ്പർ ഞാൻ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതി 8 കണക്കിന് പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു കമൻറ്റെങ്കിലും ഒക്കെ ഇടേണ്ട കുഞ്ഞുങ്ങൾ കേട്ടോ. നിങ്ങൾ കമൻറ്റ് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേരെ. നമുക്ക് അടുത്ത പാഠത്തിൽ കാണാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്